ബയോട്ട് സവാർട്ട് ലോ ആൻഡ് കുളോംസ് ലോ. കുളോംസ് ലോന്റെയും ബയോട്ട് സവാർട്ട് ലോന്റെയും കമ്പാരിസൺ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്താണ്? അത് ഇക്വേഷൻ എന്ന് എഴുതാം. ഓക്കെ, എന്താണ് കുളോംസ് ലോ പറയുന്നത്? F is equal to 1/4πε0 Q1 Q2 by R square. ഓക്കെ, അപ്പോൾ പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, ചാർജുകൾ Q1 ഉം Q2 ഉണ്ടെന്ന് കരുതുക, അവർക്കിടയിലുള്ള സെപ്പറേഷൻ ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ടോ ആ ഫോഴ്സിനെയാണ് നമ്മൾ കുളോം ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ആ ഒരു ബയോട്ട് സവാർട്ട് ലോയുടെ എക്സ്പ്രഷൻ ചെയ്യാൻ സാധിക്കുക? DB is equal to μ0 by 4πIdl sin theta by R square. ഓക്കെ, ഇങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത് അല്ലേ? രണ്ടിലും നോക്കിക്കേ, ഒരു R square ഡിപ്പെൻഡൻസ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു കറണ്ട് എലമെന്റ് എന്ന് കരുതുക. ഓക്കെ, ഈ ഒരു കറണ്ട് എലമെന്റ് കാരണം ഇവിടുത്തെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് ആര് തരുന്നത്? ബയോട്ട് സവാർട്ട് ലോ തരുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് എലമെന്റും ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അവിടെ R എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കേസിലും എന്താണ് ആ ഒരു ഫോഴ്സ്, കുളോം ഫോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ് ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് R ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ F കുറയും. ഇനി F എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണമെങ്കിൽ R ഡിക്രീസ് ചെയ്യണം. സോ ദ ടു ലോസ് ആർ ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ. വെറുതെ സ്ക്വയർ അല്ല, ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഹെൻസ് ദേ ആർ ലോങ് റേഞ്ച്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ അവരെ ലോങ് റേഞ്ച് ഫോഴ്സസ് ആണെന്ന് പറയാം അല്ലെ? എന്തുകൊണ്ടാണ് ലോങ് റേഞ്ച് എന്ന് പറയുന്നത്? കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് R ഇൻക്രീസ് ചെയ്യുന്നതോറും അപ്പോഴും എന്ത് സംഭവിക്കുന്നില്ല? അവരുടെ ആ ഒരു ഫോഴ്സ് ഇല്ലാണ്ടാവുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ബോത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒബേ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് അറിയാലോ? വെക്റ്റർ സം എടുക്കണം നമ്മൾ. ഒരു സിസ്റ്റം ഓഫ് ചാർജസിൽ ഒരു ചാർജിൽ ഉള്ള ടോട്ടൽ ഫോഴ്സ്, അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്നറിയണമെങ്കിൽ എല്ലാ ചാർജസും കാരണം എത്രമാത്രം ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം വെക്റ്റർ സം എടുക്കണം. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കേസിൽ എല്ലാ കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ കറണ്ട് എലമെന്റിന്റെയും വെക്റ്റർ സം എടുക്കുന്നതായിരിക്കും അടുത്ത ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇവർ രണ്ടുപേരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ലീനിയർ. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് ലീനിയർ ആണ് എന്നർത്ഥം. അതായത് ആ കറണ്ട് എലമെന്റ്, മൂവിങ് ചാർജസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് കോസ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ചാർജസ് കാരണം കറണ്ട് ഉണ്ടാകുന്നു. ആ കറണ്ട് എലമെന്റിന്റെ അതിന് കറക്റ്റ്, അതായത് കറണ്ട് എലമെന്റിന്റെ സ്ട്രെങ്ത് എത്രയാണോ അതിനനുസരിച്ചിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി എന്താണ്? ദ സോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് ഓൾസോ ലീനിയർ. ഇലക്ട്രിക് ചാർജിന്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും എന്തിന്റെ വാല്യൂ വരുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ലീനിയർ ആണ്. ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ ഫോഴ്സും അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ലീനിയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുളോംസ് ലോയുടെയും ബയോട്ട് സവാർട്ട് ലോയുടെയും ഡിഫറൻസസ് ആണ്. നോക്കിക്കേ, ഒന്നിന്റെ സോഴ്സ് ഏതാണ്? കുളോംസ് ലോയിൽ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്. എന്നാൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ സോഴ്സ് ആരാണ്? വെക്റ്റർ ആണ്. ഈ ഡയറക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് along ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ജോയിനിങ് സോഴ്സ് ആൻഡ് ഫീൽഡ് പോയിന്റ്. ഓക്കെ, ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ എന്തുണ്ട്? ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? അപ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടല്ലോ, ഈ ഒരു ചാർജിനെയും ആ ഒരു ഡിസ്റ്റന്റ് പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടല്ലോ, ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെയും ഡയറക്ഷൻ. ഇനി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? അത് പെർപെൻഡിക്കുലർ ആയിരിക്കും ടു പ്ലെയിൻ കണ്ടെയ്നിങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് കറണ്ട് എലമെന്റ്. കറണ്ട് എലമെന്റും അതുപോലെ തന്നെ എവിടെയാണോ ആ കറണ്ട് എലമെന്റിന്റെ എഫക്ട് കണ്ടുപിടിക്കേണ്ടത് അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ? അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരയ്ക്കാം. ഓക്കെ, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും അതുപോലെ തന്നെ കറണ്ട് എലമെന്റും അതിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് കറണ്ട് എലമെന്റ്. ഓക്കെ, അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ ഡിപ്പെൻഡൻസ് വരുന്നുണ്ടോ? F is equal to 1/4πε0 Q1 Q2 by R square എന്ന ഫോർമുലയിൽ എവിടെയും നമുക്കൊരു ആംഗിൾ ഡിപ്പെൻഡൻസ് കാണാൻ സാധിക്കില്ല. എന്നാലോ there is an angle dependence in ബയോട്ട് സവാർട്ട് ലോ. എന്താണ് ബയോട്ട് സവാർട്ട് ലോയുടെ എക്സ്പ്രഷൻ? DB is equal to μ0 by 4πIdl sin
തീറ്റ ബൈ ആർ സ്ക്വയർ. അവിടെ നമുക്ക് എന്ത് കാണാം? ഒരു ആംഗിൾ ഡിപ്പെൻഡൻസ് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കൊളോം ലോയും അതുപോലെ തന്നെ ബയോട്ട് സവാർട്ട് ലോയും തമ്മിലുള്ള ഡിഫറൻസസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ 0 μ0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താ നമുക്കറിയാവുന്നത്? μ0 എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4π എപ്സിലോൺ 0 × μ0 / 4π. എന്താണ്? ഒരു 4π മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 4π ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അതിനൊന്ന് എഴുതാം. അപ്പോൾ 4π എപ്സിലോൺ 0 × μ0 എത്രയാണ്? 4π × 10⁻⁻⁷ / 4π. μ0ക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതിയോ? ഇല്ല. എന്താണ് 1/4π എപ്സിലോൺ 0? അത് എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ്. ഓക്കെ, ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എഴുതിയേക്കുന്നത്, യൂണിറ്റ് എഴുതുന്നില്ല ഇവിടെ, കാരണം നമുക്ക് ആ വാല്യൂ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്താണ് 4π എപ്സിലോൺ 0 എന്ന് പറയുന്നത്? 4π എപ്സിലോൺ 0 എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ 1/9 × 10⁻⁹ × 4π × 10⁻⁻⁷ ഡിവൈഡഡ് ബൈ 4π. ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9 × 10⁻⁹ × 10⁻⁷. അപ്പോൾ 1/9 × 10⁻16 എന്ന് കിട്ടി. പിന്നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണമെങ്കിൽ നോക്കിക്കേ, 1/3 × 10⁻8 എന്ന് എഴുതാം. ഓക്കെ, 3 × 10⁻8 എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ? ലൈറ്റിൻ്റെ സ്പീഡാണ് 3 × 10⁻8 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/c² എന്ന് എഴുതാം. 3 × 10⁻8 കൊണ്ട് കംപ്ലീറ്റ് ആയോ? ഇല്ല, അത് ലൈറ്റിൻ്റെ സ്പീഡാണ്. ഇതിൻ്റെ സ്ക്വയർ എടുത്താലാണ് ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, 1/c² ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 1/c² = μ0 എപ്സിലോൺ 0. ഇനിയോ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുവാണെങ്കിൽ c² = 1/μ0 എപ്സിലോൺ 0 ആൻഡ് c എന്താണ്? which is equal to 1/√μ0 എപ്സിലോൺ 0. ഇതാണ് എപ്സിലോൺ 0 μ0 ആൻഡ് സിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? c is equal to 1/√μ0 എപ്സിലോൺ 0. അപ്പോൾ ഈ ഒരു സർക്കുലർ ലൂപ്പിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തി അല്ലേ? അപ്പോൾ അനാലിസിസ് ബേസ് ചെയ്തിട്ട് നമുക്കിനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് എഴുതാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ എലമെൻറ്റിൽ നമ്മൾ ഡി എൽ ലെങ്ത് കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ എലമെൻറ്റിൽ നമ്മൾ ഡി എൽ ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ആ ഡി എൽ ലെങ്ത്തും പിയും തമ്മിൽ എക്സ് ഡിസ്റ്റൻസ് ആണ്. ഇവർ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. അതിവിടെ 90 ഡിഗ്രിയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ദി ലൈൻ ജോയിനിങ് ദി കറണ്ട് എലമെന്റ് ആൻഡ് ദി പോയിന്റ് പി. ഓക്കെ, അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഇനി ബയോട്ട് സവാർട്ട് ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ ഇനി ബയോട്ട് സവാർട്ട് ലോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡി ബി ഇസ് ഈക്വൽ ടു μ0 / 4π I dl sin 90. ഓക്കെ, sin 90 ആണ് വരുന്നത്. sin 90 ബൈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത് അല്ലേ? ആ ഒരു കറണ്ട് എലമെന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് x² ആണ്. ഓക്കെ, x² എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡി ബി ഇസ് ഈക്വൽ ടു μ0 / 4π I dl ബൈ x² എന്ന് നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ഈ ലൈൻ ജോയിനിങ് ദി കറണ്ട് എലമെന്റ് ആൻഡ് ദി ലൈൻ ജോയിനിങ് ദി കറണ്ട് എലമെന്റ് ആൻഡ് ദി പോയിന്റ്, അതുപോലെ തന്നെ കറണ്ട് എലമെന്റ്, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഓക്കെ, ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ജോയിനിങ് the distance, the line joining this distance. Okay, എന്തിനൊക്കെ പെർപെൻഡിക്കുലർ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് പിനെയും കറണ്ട് എലമെന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ, അതിന് ആര് പെർപെൻഡിക്കുലർ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ എഴുതാം, along PR. ഓക്കെ, ഡ്യൂ ടു എഴുതാം
due to dl, that is the current element at A, db along ഏത് ഡയറക്ഷനിലാണ് db വരുന്നത്? along PR. Okay, ഇനി it can be resolved into two components, that is db cos phi and db sin phi. Okay, mathematically ഇവിടുത്തെ ആംഗിൾ phi തന്നെ വരുന്നു. At diametrically opposite point നമ്മൾ എന്ത് ചെയ്യുന്നു? dl എന്ന് പറയുന്ന ഒരു കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. At B we consider dl. At B we consider dl. Okay, dl is the length of the current element. Okay, at B we consider dl length of the current element. Okay, current element നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് അടുത്തത് എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? നമ്മൾ അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കുന്നു. സോ ദ ഫീൽഡ് ഡ്യൂ ടു dl at B, so db along എന്താ നമുക്ക് കിട്ടുന്നത്? PQ due to current element dl, due to dl at B. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? db എന്ന് പറയുന്നത് along PQ ആണ്, ഡ്യൂ ടു dl at B. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? അവിടെയും ഫൈ ആംഗിൾ തന്നെയാണ് അത് അലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെയും db cos phi ആയിട്ടും db sin phi ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിസോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് വരണം? ഇനി നമുക്ക് എന്താണ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ പോയിന്റ് പിയിലുള്ള റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെയുള്ള ഈ ഒരു റിസൾട്ടന്റിനെ നമ്മൾ ഇവിടെ റിസോൾവ് ചെയ്തു, ഇവിടെയുള്ളതിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തില്. എന്നാൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ എന്തൊക്കെ കോമ്പണൻസ് വരും? പെർപെൻഡിക്കുലർ കോമ്പണൻസ്, അതും ഇവിടെ എഴുതാം. ഓക്കെ, ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. പെർപെൻഡിക്കുലർ കോമ്പണൻസിന് എന്ത് സംഭവിക്കുന്നു? പെർപെൻഡിക്കുലർ കോമ്പണൻസ് ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദേ ക്യാൻസൽ ഔട്ട്. അതുപോലെ തന്നെ പാരലൽ components they add up. Okay, അപ്പോൾ ഇവിടെ ഷോർട്ട് ആക്കിയിട്ടൊന്ന് എഴുതാം. perpendicular component. What is perpendicular component? Perpendicular component എന്ന് പറയുന്നത് എന്താണ്? db cos phi. db cos phi cancels. They cancel each other. Cancel each other because they are equal and opposite. And the parallel component. Okay, എന്താണ് parallel component എന്ന് പറയുന്നത്? പാരലൽ കോമ്പോണന്റ് എന്ന് പറയുന്നത് db sin phi. db sin phi എന്ത് ചെയ്യുന്നു? they add up. അവർ ആഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സൈൻ ഫൈ കോമ്പണന്റ് മാത്രമാണ് റിമൈൻ ചെയ്യുന്നത്, db sin phi കോമ്പണന്റ്. ഓക്കെ, അപ്പൊ b is equal to ഇന്റഗ്രൽ db sin phi. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? db അങ്ങോട്ട് എഴുതാം. അപ്പോൾ b is equal to integral of mu 0 by 4 pi I dl sin phi by x square. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ സൈഡ് ഒന്ന് റബ്ബ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇവിടെ സൈൻ ഫൈക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സൈൻ ഫൈ വേണ്ടേ നമുക്ക്? നമുക്ക് ഇവിടെയുള്ള ഇക്വേഷന്റെ ടേംസിൽ സൈൻ ഫൈ നമുക്ക് എഴുതണം. എങ്ങനെ നമുക്ക് അതിനെ എഴുതാൻ സാധിക്കും? നോക്കിക്കേ, സൈൻ ഫൈക്ക് ഇവിടെ എങ്ങനെ, സൈൻ ഫൈ നമുക്ക് ഇവിടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇവിടെ ഫൈ, അപ്പോൾ സൈൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ r by x. ഓക്കെ, അപ്പോൾ സൈൻ ഫൈനെ നമുക്ക് എഴുതാം. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു r by x. ആൻഡ് അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും b ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ mu 0 by 4 pi I dl r by x. I dl by x square into r by x. Okay, so b is equal to, നമുക്ക് എങ്ങനെ എഴുതാം? x square into x, x cube ആയിട്ട് മാറും. dl മാത്രം നമുക്ക് അവിടെ നിർത്താം, ബാക്കി കോൺസ്റ്റൻസിനെ പുറത്തെടുക്കാം. b equal to mu 0 by 4 pi integral I അല്ല dl. ഓക്കെ, ഇനി r ഇവിടെ വരുന്നു, x ക്യൂബും ഇവിടെ വരുന്നു. ഓക്കെ, വാട്ട് ഈസ് ഗോയിങ് ടു ബി dl എങ്ങനെയാണ് വരുന്നത്? dl എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു നോക്കാം. dl എന്ന് പറഞ്ഞാൽ ഈ ഒരു കറണ്ട് എലമെന്റ് ആണ്. അതിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ ഒരു സർക്കുലർ ലൂപ്പിന്റെ സർക്കംഫറൻസ്. ഓക്കെ, അപ്പോൾ b നമുക്ക് എഴുതാം. b
ബി ഇസ് ഈക്വൽ ടു എന്താ വരുന്നത് മ്യൂ 0 ഐ ആർ ഇൻറ്റു 2 പൈ ആർ, റൈറ്റ്? 2 പൈ ആർ ബൈ 4 പൈ എക്സ് ക്യൂബ്. ഓക്കെ, 4 പൈ എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ നിന്ന് പൈയും പൈയും ക്യാൻസൽ ആവുന്നു. 2 1s are 1, 2 2s are 4. ഓക്കെ, അപ്പോൾ എന്താണ് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുന്നത്? അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതാം. എന്താണ് ഫൈനൽ എക്സ്പ്രഷൻ എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഫൈനൽ എക്സ്പ്രഷൻ ഇസ് ഗോയിങ് ടു ബി ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആർ വരുന്നുണ്ട് അല്ലേ, ആർ സ്ക്വയർ, ഐ ആർ സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ്. ഓക്കെ, എന്താ വരുന്നത്? ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആർ ഇൻറ്റു ആർ വരുന്നുണ്ട്, ഐ ആർ സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ് എന്നതാണ് പി എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ആൻഡ് ഡ്യൂ ടു ദി ആക്സിയൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ ബി എന്താണെന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ അറ്റ് പോയിന്റ് പി ഡ്യൂ ടു കറന്റ് എലമെന്റ് ഓൺ ദി സർക്കുലർ കറന്റ് ലൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആർ സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ് എന്നതാണ്. എക്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു വിധത്തിൽ എഴുതാൻ പോകുമായിരുന്നു. നമ്മുടെ ലൂപ്പ് ഓർമ്മയുണ്ടല്ലോ, ലൂപ്പിൽ ഇതായിരുന്നു ആറ്, ആ എ എന്ന് പറയുന്ന അവിടെ നിന്നുള്ള കറണ്ട് എലമെന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ എന്തായിട്ട് എടുത്തിരുന്നത്, ആ ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരുന്നത്. ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, നമ്മൾ ആ കോമ്പണന്റിന്റെ റിസോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ആ സർക്കുലർ ലൂപ്പിന്റെ ഈ ഒരു ടേംസ് കാണിക്കുന്ന ഒരു പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇതായിരുന്നു പോയിന്റ് പി, പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു, ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? അപ്പോൾ എക്സിനെ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതാം. ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റേസ് ടു 1/2 അല്ലേ, എക്സ് ക്യൂബ് ആണ്, റേസ് ടു ഡി സ്ക്വയർ എന്നാണ്, റേസ് ടു 1/2 ദി ഹോൾ റേസ് ടു 3. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറുന്നു? മ്യൂ 0 ഐ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു എന്തായിട്ട് മാറുന്നു? ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ 1/2 ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാ? 1/2 ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് അതിന് നമുക്ക് ഇങ്ങനെയാക്കി എഴുതാം, 3/2 എന്നതായിട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ് ഇസ് 1/2 റേസ് ടു 3. ഓക്കെ, ഈ ഒരു 1/2 റേസ് ടു 3നെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? 3/2 ആക്കി എഴുതാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഇക്വേഷനെ എങ്ങനെയാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്തരത്തിലാക്കി എഴുതിയത് എന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഓക്കെ, n ടേൺസ് ഓഫ് കോയിലിന് നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടത്? മ്യൂ 0 n I r സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ റേസ് ടു 3/2 എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ രണ്ട് കേസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് n ടേൺസ് ഓഫ് കോയിൽ തന്നെയാണ്. വെൻ കേസ് 1 ആണ്, കേസ് 1 വെൻ d is equal to 0, അതായത് ഇവിടെയാണ് ആ പോയിന്റ്. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് ഇത്തരത്തിലായിരുന്നു. ഓക്കെ, ഇവിടെ ഇത് എക്സ് ഡിസ്റ്റൻസിലായിരുന്നു എ എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസിലായിരുന്നു പി എന്ന് പറഞ്ഞ പോയിന്റ്. ആർ ഡി 0 ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിലായിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ ഈ സെന്ററിലുള്ളതാണ്. ദ പോയിന്റ് ഇസ് അറ്റ് ദി സെന്റർ, ദാറ്റ് ഇസ് അറ്റ് സെന്റർ ഓഫ് ലൂപ്പ്. ഓക്കെ, അറ്റ് സെന്റർ ഓഫ് ലൂപ്പ്, സെന്റർ ഓഫ് ലൂപ്പിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് പറയാം? സെന്റർ ഓഫ് ലൂപ്പിൽ നമുക്ക് ബിയുടെ എക്സ്പ്രഷൻ എഴുതാം. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0, അവിടെ നമ്മൾ ഡിനെ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, എൻ ഐ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ റേസ് ടു
3/2. സോ ദാറ്റ് മീൻസ് മ്യൂ ഒന്നും കൂടി എഴുതാം, ഈക്വൽ ടു നമുക്ക് കറക്റ്റ് ആക്കി എഴുതാം. ഓക്കെ, സോ എന്താ വരുന്നത്, ആർ സ്ക്വയറിലെ സ്ക്വയർ ടേം കട്ടായി പോയിട്ട് ക്യൂബായിട്ട് മാറുന്നു. എന്നിട്ട് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു μ0 ni r സ്ക്വയർ ബൈ 2r³. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാൻസൽ ആവുന്നു, ഇവിടെ ഒരു r മാത്രമായിട്ട് നിലനിൽക്കുന്നു. സോ ദാറ്റ് ഇസ് μ0 ni ബൈ 2r. ഓക്കെ, ഇതാണ് ആ ഒരു ഫൈനൽ എക്സ്പ്രഷൻ, μ0 ni ബൈ 2r. ഓക്കെ, എപ്പോഴാണ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലൂപ്പ്, μ0 ni ബൈ 2r. ഇനി അടുത്ത കേസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ when d is greater than r. ആ കേസിൽ നമ്മൾ r നെ ഇഗ്നോർ ചെയ്യുന്നു, ഒരു ഡിനോമിനേറ്റർ ടേമിൽ നിന്ന് r നെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. സോ b is equal to μ0 ni r സ്ക്വയർ ബൈ μ0 ni r സ്ക്വയർ ബൈ എന്താ വരുന്നത് 2 ഇൻറ്റു നമ്മൾ ഡി സ്ക്വയറിനെ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു, r സ്ക്വയർ 3/2. ഓക്കെ, ഡി ഗ്രേറ്റർ ദാൻ ആർ സ്ക്വയർ അല്ല, ഡീനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും കൂടി കറക്റ്റ് ആക്കി എഴുതാം. എന്താണ്, ഡി ഗ്രേറ്റർ ദാൻ ആർ ആണ്. ഇതൊന്നും കൂടി കറക്റ്റ് ആക്കി എഴുതാം. നമുക്ക് ഡി ആണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഡി ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുമ്പോഴത്തേനും ആറിനെ ഇഗ്നോർ ചെയ്തു എന്നതാണ് അർത്ഥം. ഓക്കെ, നമുക്ക് എഴുതാം ബി ഇസ് ഈക്വൽ ടു μ0 ni r സ്ക്വയർ. ഡിനോമിനേറ്റർ ടേമിൽ നിന്ന് മാത്രമാണ് r സ്ക്വയറിനെ കളയുന്നത്. ഓക്കെ, സോ 2 ഇൻറ്റു എന്താണ് അവിടെ വരുന്നത്, r സ്ക്വയർ ടേം ഇല്ല, d സ്ക്വയർ മാത്രം, d സ്ക്വയർ റേസ് ടു 3/2. ക്ലിയർ ആണല്ലോ, r ചെറുതാണ്, r is very smaller than d, അല്ലെങ്കിൽ d is very greater than r. അതുകൊണ്ടാണ് r ടേമിൽ നമ്മൾ കളഞ്ഞിരിക്കുന്നത്, ഡിനോമിനേറ്ററിൽ നിന്നാണ് കളഞ്ഞിരിക്കുന്നത്. μ0 ni r സ്ക്വയർ ബൈ 2, ഡി സ്ക്വയറിലെ സ്ക്വയർ ടേം ക്യാൻസൽ ആവുന്നു. ഓക്കെ, നമ്മളവിടെ എഴുതേണ്ട കാര്യമില്ല, ഞാൻ അതവിടെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അവിടെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം. ഓക്കെ, സോ എന്താണ്, ഡി സ്ക്വയറിൽ നിന്ന് ടേം കട്ടായിട്ട് ഡി ക്യൂബായിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, രണ്ട് കേസിലും എന്താണ് ആ ഒരു എക്സ്പ്രഷനിലുള്ള ചേഞ്ച് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സർക്കുലർ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു റൂളാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഈസി റൈറ്റ് ഹാൻഡ് പാം റൂളാണ്. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ് തരുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ്. എപ്പോഴാണ്, ഫിംഗേഴ്സ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് നോക്കാം. ഇവിടെ ഫിഗർ കാണാം. ഇതിനകത്ത് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കറണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് എങ്ങനെയാണ്, ഔട്ട് ഓഫ് ദി കോയിലാണ്. ഇനിയിപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് നമുക്ക് ഇവിടെ വരയ്ക്കാം ഇത്തരത്തിൽ. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഫിംഗേഴ്സ് നമ്മൾ ആ ഒരു രീതിക്ക് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നോക്കിക്കേ ഇത്തരത്തിലാണ്. അപ്പോൾ തമ്പ് എങ്ങോട്ടാണ്, ഇൻ ടു ദ കോയിൽ. ഓക്കെ, അപ്പോൾ ഇൻ ടു ദ കോയിൽ എന്ന് പറയുന്നത് തമ്പ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി കോയിൽ, ആൻഡ് ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ കോയിൽ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അടുത്തത് ഒരു ന്യൂമറിക്കലാണ്. A long straight conductor carrying current is placed near a current carrying circular loop. Circular loopinടുത്തായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഇനിയോ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, if B1 is a field of ring, റിങ്ങിന്റെ ഫീൽഡ് ആണ് B1, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ഫീൽഡ് ആണ് B2 എങ്കിൽ what will be the direction of B1 and B2 at O? ഓക്കെ, B1ന്റെയും B2ന്റെയും എന്താ ചോദിച്ചിരിക്കുന്നത്, ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ വെച്ച് കണ്ടുപിടിക്കാം. ലൂപ്പിന്റെ കേസിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് പാം റൂളും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു തമ്പ് റൂൾ തന്നെ യൂസ് ചെയ്യുന്നു. കാരണം എന്താണ്, സ്ട്രെയിറ്റ് കണ്ടക്ടറും നമ്മൾ തമ്പ് റൂൾ തന്നെ യൂസ് ചെയ്യുന്നു. രണ്ടും ഒരേപോലെ മനസ്സിലാക്കാനായിട്ട് ഒരേ ലോ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ B1ന്റെ കേസിൽ തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോഴത്തേനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നോക്കിക്കേ, കറണ്ടിന്റെ ഡയറക്ഷൻ ഇത്തരത്തിലാണ് അല്ലേ, കറണ്ടിന്റെ ഡയറക്ഷൻ ഇത്തരത്തിലാണ്.
കറണ്ട് ആ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അതർ ഫിംഗേഴ്സ് എൻസർക്കിൾഡ് ഇൻ ടു ദി പ്ലെയിൻ. ഓക്കെ, ഇൻ ടു ദി പ്ലെയിൻ ഓഫ് പേപ്പർ അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഉള്ളിലേക്ക്. ഇൻ ടു B1 ഇൻ ടു ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നോക്കിക്കേ, ഇങ്ങനെയാണ് കറണ്ട്, ഇത്തരത്തിൽ മുകളിലേക്കാണ് കറണ്ട്. അപ്പോൾ ഫിംഗേഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട്, ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ഓക്കെ, അപ്പോൾ B1 ആണ് ഫീൽഡ്. B1 എന്നതല്ല, നമുക്ക് അറ്റ് ഇൻ ദി ലൂപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻ ദി ലൂപ്പ് എന്താണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്? B1 is directed into the plane and in conductor B2 is directed out of the plane. ഓക്കെ, ക്ലിയർ ആണല്ലോ എങ്ങനെയാണത് കണ്ടുപിടിച്ചെന്നുള്ളത്? യെസ്. ഇനി അടുത്ത ചോദ്യം. The current through the loop and the conductor are 2 ampere and the conductor is at a distance of 20 centimeter. Is at a distance, okay, as alla a, at a distance 20 centimeter from the center of the loop. What should be the diameter of the loop so that the net field at O is 0? Okay, അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? നെറ്റ് ഫീൽഡ് ഓയിലുള്ള ആ ഒരു O എന്ന് പറഞ്ഞ പോയിന്റിലുള്ള നെറ്റ് ഫീൽഡ് 0 ആകും വിധം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ഒരു ഡയാമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ലൂപ്പിന്റെ ഡയാമീറ്റർ. ഓക്കെ, അപ്പോൾ ലൂപ്പിന്റെ ഡയാമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഏത് വിധത്തിലാണ്? ഈ സെന്ററിലുള്ള ആ ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കണം? B = B1 - B2. ഓക്കെ, രണ്ടും 0 ആയിരിക്കണം. രണ്ട് കാരണമുള്ള ടോട്ടൽ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് B1 എന്തായിരിക്കണം? B2 ആയിരിക്കണം. B1 എന്താണ്? ഡ്യൂ ടു ലൂപ്പ്, ഡ്യൂ ടു സർക്കുലർ ലൂപ്പ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? അറ്റ് ദി സെന്റർ എത്രയാണ് അതിൻ്റെ സർക്കുലർ ലൂപ്പിൻ്റെ കേസിൽ? റേഡിയസ് സ്മോൾ r ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം B = μ0I/2r. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് B2 സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ എഴുതാം μ0I/2πd. ഡി എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്, അഥവാ 20 × 10⁻⁻². ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. B1 = B2 എന്നതാണ് നമുക്ക് വേണ്ടത്. B1 = B2. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. B1 = B2 എഴുതി കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും ദിസ് ഇസ് B1. സോ μ0I/2r is equal to μ0I/2πd. ഇതിൽ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ബാക്കി ഞാനൊന്ന് ഇറേസ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് മുകളിലേക്ക് എഴുതാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്തറിയാം? ആ കറണ്ട് രണ്ടിലും 2 ആംപിയർ ആണെന്നറിയാം. അതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം μ0 × 2/2r. അപ്പോൾ ഈ 2ഉം 2ഉം അവിടെ ക്യാൻസൽ ആവുന്നു. ഇസ് ഈക്വൽ ടു μ0 × 2/2π × 20 × 10⁻². ഓക്കെ, 2ഉം 2ഉം ഇവിടെ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. റൈറ്റ്, പിന്നെ എന്താ വരുന്നത്? μ0/2r എന്നതില്ല, r എന്നേ ഉള്ളൂ അല്ലേ? μ0/r is equal to μ0/π × 20 × 10⁻². ഓക്കെ, μ0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോഴത്തേനും r is equal to π × 20 × 10⁻². ഓക്കെ, അപ്പോൾ r എന്നത് റേഡിയസ് ആണ്, നമുക്ക് വേണ്ടത് 2r ആണ് അല്ലേ? ആ 2r കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ക്യാൻസൽ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് r × 2 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2rന് വേണ്ടി എന്ത് ചെയ്യണം? × 2 ചെയ്യുക. സോ 2r ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയാമീറ്റർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് 1.25
1.256 മീറ്റർ. ഓക്കെ, 1.256 മീറ്റർ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂമറിക്കലാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലോങ് വയർ, അതിനെ ഒരു സർക്കുലർ കോയിലായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. അതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോയിന്റെ പേരെന്താണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, എന്താണ്? റൈറ്റ് ഹാൻഡ് പാം റൂൾ ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പം നമ്മൾ പറഞ്ഞത്? ഒരു സർക്കുലർ ലൂപ്പിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് പാം റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഇതിന് യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഇതാണ് ഈ ഒരു പാം റൂളാണ് അതിൽ ഈസി ആയിട്ട് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സർക്കുലർ കോയിലിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് തമ്പിന്റെ ഡയറക്ഷൻ എന്തിനെ കാണിച്ചു തരുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിച്ചു തരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the same wire is bent into a smaller radius, അപ്പോൾ ഇതേ വയർ എടുത്തിട്ട് ചെറിയ റേഡിയസ് ഉള്ള n ടേൺസ് ഉള്ളതാക്കി മാറ്റുന്നു എങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഇൻ 2 കേസസ്. ഇതേ കമ്പി വളച്ച് n ചെറിയ ആരമുള്ള ചുറ്റുകളാക്കി അതേ അളവിൽ കറണ്ട് അവയിലൂടെ പ്രവഹിപ്പിക്കുന്ന 2 സന്ദർഭങ്ങളിലും കേന്ദ്രത്തിലുണ്ടാകുന്ന, അതായത് ആ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അംശബന്ധം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കേസ് B1 ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? μ0I/2r. ഓക്കെ, μ0I/2r എന്നതാണ്. നമുക്ക് എഴുതാം μ0I/2r. റേഡിയസ് r ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതുകൊണ്ട് നമുക്ക് r തന്നെ കൊടുക്കാം അതിന്, 2r. ഓക്കെ, μ0I/2r എന്നതാണ്. ഇനി B2ൽ എന്താ വ്യത്യാസം? μ0I/2 ഇൻറ്റു എന്താ സംഭവിക്കുന്നത്? r എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് r/n ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ r/n ആയിട്ട് മാറുന്നു. ഇവിടെ എന്തിൻ്റെയും കൂടി പ്രസൻസ് വരുന്നു? എന്നിൻ്റെയും കൂടി പ്രസൻസ് വരുന്നു. കാരണം n ടേൺസ് ഉണ്ട്. നേരത്തെ n എന്ന് പറയുന്നത്, ഈ കേസിൽ n എന്ന് പറയുന്നത് 1 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ n അവിടെ കൊടുക്കാതിരുന്നത്. കാരണം 1 കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? എക്സ്പ്രഷൻ കറക്റ്റ് ആണ്. അപ്പോൾ B2യുടെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? B2 = μ0I/n × n. n മുകളിലേക്ക് പോകുമ്പോൾ n × n ആവും, n²/2r ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് റേഷ്യോ എഴുതാം. B1/B2 = μ0I/2r ഡിവൈഡഡ് ബൈ μ0I/n²/2r. 2rഉം 2rഉം ക്യാൻസൽഡ് ആവുന്നു. ഓക്കെ, പിന്നെ എന്താണ് ബാക്കി വരുന്നത്? μ0I × 1/μ0I/n², ഇതും ക്യാൻസൽഡ് ആവുന്നു. അപ്പോൾ B1/B2 നമുക്ക് എഴുതാം = 1/n², അഥവാ B2 = n²B1. B2 = n²B1. ഓക്കെ, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം B2/B1 = n². എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ.